ഗുഡ് ആഫ്റ്റർനൂൺ. NCC കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ വന്ദനം. ഈ കഴിഞ്ഞ ദിവസം സാഗ്ബ്രറുമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്കൊരവസരം കിട്ടി. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം എന്നോട് ഒരു കാര്യം ചോദിച്ചു. എങ്ങനെ NCCFലെ കൂട്ടായ്മ പോകുന്നു? ആ ചോദ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല അത്. സൺഡേ സ്കൂൾ എങ്ങനെ പോകുന്നു സഹോദര? പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നുണ്ടോ? പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു? എന്നാൽ അദ്ദേഹം ചോദിച്ചതൊന്നുമല്ല. NCCFലെ കൂട്ടായ്മയെ പറ്റിയാണ്. അത് എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഒരു സഭ അതിനത്ര ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആ സഭ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നതിൻ്റെ ശരിയായ ലക്ഷണം നമുക്ക് തമ്മിൽ എത്ര കൂട്ടായ്മയുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കൂട്ടായ്മയെപ്പറ്റി. ആദ്യം ഒരു വീട്ടിലുണ്ടായിരിക്കേണ്ട കൂട്ടായ്മ, അതിനുശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭയിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയെ പറ്റിയാണ്. ആദ്യം വീട്ടിലെ കൂട്ടായ്മയെ പറ്റി ചിന്തിക്കാം. നമുക്കൊരുമിച്ച് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1 പത്രോസ് 3. ദൈവം നമ്മളോട് പറഞ്ഞ് തുടങ്ങുന്നത് ഈ കാര്യമാണ്. ഒരു ദൈവിക ഭവനം പണിയണമെങ്കിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, അതുപോലെ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം. ആദ്യം ഭാര്യമാരോട് എന്താ പറയുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം. 1 പത്രോസ് 3-ന്റെ 1-ാം വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിർമ്മലമായ നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്, ദൈവം പറയുന്നത് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ്. ലിവിങ് ബൈബിളിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ പദ്ധതികളുമായി പൊരുത്തപ്പെടുക. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ബഹുമാനിക്കുന്നതിനെ പറ്റിയാണ്. ഭാര്യ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ആയിരിക്കണം. അവിടെ ഭർത്താവിനെ കളിയായിക്കൊണ്ടായിരിക്കരുത് സംസാരിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവം ഭാര്യമാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ മനുഷ്യൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത്. ഈ സഭയിലുള്ള സഹോദരിമാരുടെ ഉത്സാഹത്തിനായിട്ട് ചില കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നാം അനുസരണമുള്ളവരായിരിക്കണം? ഇത് ദൈവവചനമാണെന്നതിനപ്പുറത്ത് ഇതേ അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണുന്നതാണ് എന്നെ ഇത് പറയാൻ ഉത്സാഹിപ്പിക്കുന്നത്. തൻ്റെ ഭർത്താവിനെ അനുസരിക്കാൻ തയ്യാറായ ഒരു ഭാര്യയെക്കുറിച്ച് ദൈവം പറയുകയാണ്. അങ്ങനെ ഉള്ള ഒരു സഹോദരി, അവളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിലയേറിയവളാണ്. ആ വാക്യം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. വിലയേറിയവൾ. അത് ഇതുപോലെയാണ്. നിങ്ങളൊരു കടൽ തീരത്തിലൂടെ നടക്കുന്നു. അവിടെ നിങ്ങൾ ധാരാളം കല്ലും മണ്ണും ഒക്കെ കാണുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ടെന്നൊരു വജ്രം കാണുന്നു. നിങ്ങൾ പറയും, ഇതത്ര വിലയേറിയതാണ്. ഈ വചനം വായിച്ചപ്പം എനിക്ക് തോന്നിയത് അതായിരുന്നു. ദൈവം ലോകത്തിലുള്ള അനേക സ്ത്രീകളെ നോക്കിയിട്ട് അവൻ ആ കല്ല് പോലെ തോന്നുന്നു. എന്നാൽ അതിനിടയിൽ ചില സഹോദരിമാരെ തിളക്കമുള്ളതായിട്ട് കാണുന്നു. അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം പറയുന്നു, ഇവൾ എൻ്റെ കണ്ണിൽ വിലയേറിയവളാണ്. ഇന്ന് എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ഈ വാക്യത്തിലൂടെ ഞാൻ ഉത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ചില സഹോദരിമാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. സാറയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. താഴേക്ക് വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ നാം അവളെ കാണുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. തൻ്റെ ഭർത്താവായ അബ്രഹാമിന് വിധേയപ്പെട്ട് ജീവിക്കാൻ അവൾ തയ്യാറായിരുന്നു. അങ്ങനെ അവൾ ജീവിച്ചപ്പം അവൾക്ക് ഏതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആദ്യം കൽദയരുടെ ദേശം വിട്ട് അബ്രഹാം പുറപ്പെട്ടപ്പോൾ അവൻ മിസ്രൈമിൽ പോയി പാർത്തു. അവൻ്റെ ഭാര്യ സാറ വളരെ സുന്ദരിയായിരുന്നതുകൊണ്ട് അവൻ പറഞ്ഞു, സാറ, നീ എൻ്റെ ഭാര്യയാണെന്ന് ഫറവോനോട് പറയരുത്, എൻ്റെ സഹോദരിയാണെന്ന് അവനോട് പറയുക. അത് സാറായ്ക്ക് സുഖകരമായ ഒരു സാഹചര്യമല്ല. ഈ ഉദാഹരണത്തിൽ നമുക്ക് അബ്രഹാമിനെ അനുസരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. ചിന്തിച്ച് നോക്കൂ, ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതേ കാര്യം രണ്ടാമതും സംഭവിക്കുന്നു 20-25 കൊല്ലത്തിന് ശേഷം. ഇതേ കാര്യം സംഭവിക്കുകയാണ്. അബ്രഹാം പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു. അബ്രഹാം പറഞ്ഞു, എനിക്ക് വളരെ ഭയം തോന്നുന്നു, സാറ, നീ എൻ്റെ സഹോദരിയാണെന്ന് അവരോട് പറഞ്ഞാൽ മതി, ഭാര്യയാണെന്ന് പറയണ്ട. സാറ അതനുസരിച്ചു. പിന്നെയും 2-ാമത്തെ പ്രാവശ്യം. എത്ര ആശ്ചര്യകരമാണ്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ സാറയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ, അബ്രഹാമേ, 25 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇതേ സാഹചര്യത്തിലൂടെ പോയതല്ലേ, പിന്നെയും ഇതേ കാര്യം തന്നെ ചെയ്യണോ? സാറ അങ്ങനെ പറഞ്ഞതായിട്ട് ദൈവവചനത്തിൽ എങ്ങും നാം കാണുന്നില്ല. അവൾ അബ്രഹാമിനെ അനുസരിച്ചു. സഹോദരിമാരെ, ഞാൻ പറയുന്ന ഇതല്ല. വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് സഹായത്തിൻ്റെ ആവശ്യമുണ്ടാകാം. നിങ്ങൾക്കതിന് കഴിയുന്നില്ലായിരിക്കും. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതാണ്. സാറായിക്കുണ്ടായിരുന്ന ആ ആത്മാവ്, തൻ്റെ ഭർത്താവിന് കീഴ്പ്പെടാൻ തയ്യാറായിരിക്കുന്ന ഒരാത്മാവ്, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിലയേറിയതായിരുന്നു. അതാണ് പുതിയ നിയമത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപ്പറ്റി ചിന്തിച്ചു നോക്കിക്കേ. പഴയ നിയമത്തിൽ ദൈവം പുകഴ്ത്തിയിട്ടുള്ള എത്ര സഹോദരിമാരെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പിന്നെയും പറയാം.
ചിന്തിച്ചു നോക്കൂ, പഴയ നിയമത്തിൽ പറയുന്ന എത്ര സഹോദരിമാരെ പറ്റി പുതിയ നിയമത്തിൽ പുകഴ്ത്തി പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഹാഗാറിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, അവിടെ വിശ്വാസത്തെപ്പറ്റി പറയുന്നത്. മോശയുടെ മാതാപിതാക്കളെ പറ്റി പറയുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ, അവരുടെ വിശ്വാസത്തെ പുകഴ്ത്തുന്നതായിട്ട്. പിന്നെ സാറയാണ്. പിന്നെ പഴയ നിയമത്തിലുള്ള അധികം സഹോദരിമാരെ കാണുന്നില്ല. ഇപ്രകാരം പുതിയ നിയമത്തിൽ പുകഴ്ത്തി പറയുന്ന അപൂർവം സഹോദരിമാരിൽ ഒരാളാണ് സാറ. ഇന്ന് സാറായോട് അന്ന് നീ എടുത്ത നിലപാടിൽ നീ ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചാൽ, അബ്രഹാമിന് നീ അന്ന് അങ്ങനെ കീഴ്പ്പെട്ടിരുന്നതിൽ? അവൾ പറയില്ല, എനിക്കൊരു ദുഃഖവുമില്ല. എന്തായിരുന്നു അതിൻ്റെ ഫലം? പുതിയ നിയമത്തിൽ ആയിരം വർഷങ്ങളായിട്ട് അനേകം സഹോദരിമാർക്ക് അവൾ ഒരു ഉത്സാഹമാണ്. ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് ഒരു ഉത്സാഹത്തിനായിട്ടാണ്. ഒരു സഹോദരി അവളുടെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന് അവൾ വളരെ വിലയേറിയവളാണ്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്തു. അവിടെ ഒരു സഹോദരി മത്തായി 22 ഒരു കാര്യത്തെപ്പറ്റി പറയുമായിരുന്നു. നമുക്ക് അവിടേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം. ഇവിടെ യേശു സദൂക്യരോടും മറ്റും സംസാരിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവർ എങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ്. മത്തായി 22 വാക്യത്തിലാണ്. മത്തായി 22 അധ്യായം 30 വാക്യം. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? 30 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പുനരുദ്ധാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാവുന്നു. മറ്റൊരു വാക്കിൽ, സ്വർഗത്തിൽ വിവാഹം നടക്കുന്നില്ല. ഒരു സഹോദരൻ എന്ന തലത്തിൽ ഞാനത് വായിച്ചപ്പം എനിക്ക് മനസ്സിലായി, ശരി, സ്വർഗത്തിൽ വിവാഹങ്ങൾ നടക്കുന്നില്ല. എന്നാൽ ഒരു സഹോദരി ഇതേപ്പറ്റി പങ്കുവച്ചപ്പം അവൾ പറഞ്ഞത് എനിക്ക് വലിയൊരു വെളിച്ചമായി. ആ സഹോദരി പറഞ്ഞു, സ്വർഗത്തിൽ വിവാഹമില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ അനുസരിക്കണമെന്നുള്ള കൽപ്പന ആചരിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് അവസരമുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് ഇന്ന് അനുസരിക്കണം. സ്വർഗത്തിൽ എനിക്ക് അതിനൊരു അവസരം കിട്ടില്ല. അതെനിക്കൊരു വെളിച്ചമായിരുന്നു, വലിയൊരു വെളിച്ചം. ഈ ഒരു മാതൃക നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിച്ചത്. എങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം തനിക്ക് ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്നത്? നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കാനായിട്ടും ബഹുമാനിക്കാനായിട്ടും ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സഹോദരിമാർക്കുള്ളായിരുന്നു. എന്നാൽ സഹോദരന്മാരായ നമുക്കെന്താണ്? ഒരു ഭർത്താവിനെ സംബന്ധിച്ച് എന്താണ്? അതുകൊണ്ട് നമുക്ക് തിരിച്ച് 1 പത്രോസ് 3 അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 1 പത്രോസ് 3. ഭർത്താക്കന്മാരായ നമ്മിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് 1 പത്രോസ് 3:7 വരാം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്, സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. വിവേകത്തോടെ എന്ന പദം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലിവിങ് ബൈബിളിൽ അത് ഭാര്യമാരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവനായിരിക്കണമെന്നാണ്. അവിടെ ആവശ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവൻ. ഇത് ദൈവം വളരെ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധയുള്ളവനല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകും. ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് അവളുടെ പിതാവ് ആ ഹോളിൻ്റെ നടുവിലൂടെ ആ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ആ സ്റ്റേജിൽ എൻ്റെ ഭാര്യയുടെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവളിനി നിൻ്റേതാണ്, അവളെ സംരക്ഷിക്കുക. എന്നിട്ട് സ്റ്റേജിൻ്റെ താഴേക്ക് പോയി. അതാണ് സംഭവിച്ചത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ, അവളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനല്ലെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പം ഒരത്യാവശ്യത്തിന് ഞാൻ എൻ്റെ ഭാര്യയുടെ പിതാവിനെ വിളിക്കുന്നു. മിസ്റ്റർ വാങ്, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്. അദ്ദേഹം എൻ്റെ ഫോൺ എടുക്കുമോ? ഇല്ല, ഞാൻ നിന്നെ സഹായിക്കില്ല. ആദ്യം എൻ്റെ മോളുടെ കാര്യത്തിൽ നീ ശ്രദ്ധയുള്ളവനായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കില്ല. എനിക്ക് കാണാൻ പറ്റും, ഇതുപോലെ തന്നെയാണ് ദൈവവും. ഇങ്ങനെ തന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഹൃദയവും. ദൈവം ഒരു പിതാവാണ്, അവനവൻ്റെ പെൺമക്കളെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ച സഹോദരി ഒരു രാജാവിൻ്റെ മകളാണ്. ഞാൻ അവളെ നന്നായിട്ട് കരുതണം, അവളുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം. അതുകൊണ്ട് ദൈവം ഇവിടെ ഒരു മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകും, അത് കേൾക്കപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, എന്താണ് നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ സാധാരണമായിട്ട് പെട്ടെന്ന് തടസ്സമുണ്ടാക്കുന്നത്? ഏത് പാവമാണ്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ചിന്തിച്ചു നോക്കി. നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെ പെട്ടെന്ന് ഉലയ്ക്കുന്ന സാധാരണ ഒരു പാപം എന്തായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നു, ആ പാപം ഹൃദയത്തിലുണ്ടാകുന്ന കയ്പാണ്. കൊലോസ്യ ലേഖനത്തിലൊരു വാക്യം ഞാൻ കാണിക്കാം, നമുക്കത് നോക്കാം. കൊലോസ്യ ലേഖനം 3 അധ്യായം, കൊലോസ്യർ 3:19 വാക്യം. കൊലോസ്യ ലേഖനം 3:19. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. ഈ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ?
പരിശുദ്ധാത്മാവ് പറയുന്ന സ്നേഹത്തിനെതിരായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതല്ല. ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി അല്ല പറയുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നതിനെതിരായി വരുന്നത് അത് കയ്പാണ്. അതാണ് ഈ വാക്യത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഞാൻ വിശ്വസിക്കുന്ന ഈ കയ്പിനെതിരെ ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഈ ഒരു പാപം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സംഭവിക്കരുത്. നിങ്ങൾ ശ്രദ്ധയുള്ളവനായിരിക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം വീട്ടിൽ നടക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. ഞാൻ കണ്ടു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാതെ കയ്പ് വരുന്നത്. എൻ്റെ ഭാര്യ എന്താ ഇങ്ങനെ ചെയ്യാൻ, എന്താ ഇങ്ങനെ ചെയ്തത്. ഞാൻ കണ്ടു ദൈവം എന്നെ വെല്ലുവിളിക്കുന്നത് വർഷത്തിൻ്റെ 364 ദിവസവും ഒരിക്കലും ഒരു കാര്യത്തിനും ഒരു പ്രാവശ്യം പോലും ഒരു ദിവസം പോലും കുറ്റപ്പെടുത്താതെ ജീവിക്കണം. എന്തു തന്നെ കുടുംബത്തിൽ സംഭവിച്ചാലും അത് സാരമില്ല എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ അവിടെ എത്തിയിട്ടില്ല. ദൈവം എന്നെ വെല്ലുവിളിക്കുന്നത് അവിടെ എത്താനാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കുറ്റപ്പെടുത്തരുതെന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുകയും വേണം. കൂടുതൽ സ്നേഹിക്കണം. ബ്രദർ സായക്ക് എനിക്ക് തന്ന ഒരു ഉപദേശം എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാര്യ നിന്റെ കണ്ണിന് മുമ്പിൽ ഒരു അത്ഭുതമായിരിക്കട്ടെ. അതിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. അത് ഞാൻ വിവാഹം കഴിച്ച ആ സമയത്ത് മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത്. കാലങ്ങൾ കഴിയുമ്പോഴും വിവാഹശേഷം വർഷങ്ങൾ കഴിയുമ്പോഴും ആ അത്ഭുതത്തിൽ ഞാൻ വളരണം. അവൾ ആരാണ്, അവൾക്ക് വേണ്ടി നന്ദി കരയറ്റണം, അതിൽ വളരണം. അതാണ് ഒരു യഥാർത്ഥ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ഒരു ബന്ധമാണ് എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയും ഭർത്താവ് ഭാര്യയുടെ ആവശ്യങ്ങളിൽ വിചാരമുള്ളവനായിരിക്കുകയും അങ്ങനെയെങ്കിൽ നമുക്ക് ശരിയായ ഒരു കുടുംബജീവിതം പണിയാൻ കഴിയും. ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം. ഈ ചിത്രം ആരോ ഒരാൾ ഞങ്ങളുടെ വിവാഹനാളിൽ ഒരു സമ്മാനമായിട്ട് തന്നതാണ്. ഞങ്ങളുടെ വിവാഹനാളിൽ അത് കാണാമോ? ഓക്കെ, നന്ദി. ഞാൻ പറഞ്ഞില്ലേ, ഈ ചിത്രം വിവാഹനാളിൽ സമ്മാനമായിട്ട് കിട്ടിയതാണ്. ഒരു സാധാരണ ചിത്രമാണ്, എന്നാൽ മനോഹരവുമാണ്. നിങ്ങൾ കണ്ട ഒരു വള്ളത്തിലൊരു മനുഷ്യരിക്കുന്നു. അതിൻ്റെ ഉള്ളൊരു വീട് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്വസ്ഥതയുടെ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ പുറകിൽ അദ്ദേഹം ഒരു സന്ദേശം എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്റെ കുടുംബവും ഇതുപോലെ സമാധാനം വിളയുന്നൊരു ഇടമായിരിക്കട്ടെ. ഞാനിത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്ന കർത്താവേ, എൻ്റെ കുടുംബത്തെ ഇതുപോലെ സമാധാനം വിളയുന്ന ഒരിടമാക്കാൻ നിനക്ക് കഴിയും. ചിലപ്പം ജോലി ചെയ്യുന്നിടത്ത് ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ജോലി ചെയ്യുന്നിടത്ത് തന്നെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ചോദിക്കും, അതെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം വീട്ടിൽ പോകണം, എൻ്റെ ഭാര്യയോടും മക്കളോടും കൂടെ ആയിരിക്കാൻ. അവർക്കതൊരു നല്ല ഉത്തരമായിട്ട് തോന്നുന്നില്ല. ദുഃഖകരമായിട്ടുള്ളൊരു സത്യമാണ്. പല കുടുംബങ്ങളും ഇതുപോലെയാണ്. ചിന്തിച്ചു നോക്കൂ, അനേക നേരത്തെ ജോലിക്ക് ശേഷം കുടുംബത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കുടുംബം മനോഹരമായ സമാധാനത്തിൻ്റെ ഒരു തുരുത്തായിരിക്കണം. സ്വസ്ഥതയ്ക്കായിട്ട് നാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകണ്ട. നമ്മുടെ ഭാര്യയോടും മക്കളോടും കൂടെ വീടായിരിക്കണം നമ്മുടെ സ്വസ്ഥതയുടെ കേന്ദ്രം. ഇതുപോലെയുള്ള ഭവനങ്ങളെയാണ് ദൈവം നമുക്കിടയിൽ പണിയാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നമ്മുടെ ഭവനങ്ങൾ ഇങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പൂർണ്ണമായിട്ടത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. ഭാര്യമാരെ അനുസരണമുള്ളവരും ഭർത്താവ് ഭാര്യയെ കരുതുന്നവനും ആയിരിക്കണമെന്ന്. ഇതാണ് ഞാൻ വീട്ടിലെ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭയിൽ നടക്കേണ്ട കൂട്ടായ്മയെ പറ്റിയാണ്. കാരണം നമുക്കറിയാം, പല കുടുംബങ്ങൾ കൂടിച്ചേർന്നാണ് ഒരു സഭ ഉണ്ടാകുന്നത്. ആരോഗ്യമുള്ളൊരു സഭ ഉണ്ടാകുന്നത് അവിടെയുള്ള കുടുംബങ്ങൾ ആരോഗ്യം ഉള്ളവരായി തീരുമ്പോഴാണ്. കുടുംബത്തിൽ നാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ സഭയിലും നമുക്ക് തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? എൻ്റെ ഭവനത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ശബ്ദം ഏതാണ്? നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ശബ്ദം ഏതാണ്? എന്നെ സംബന്ധിച്ച് എൻ്റെ 3 മക്കൾ ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് ചിരിക്കുകയും ചെയ്യുന്ന ശബ്ദമാണ്. അതാണ് എൻ്റെ ഭവനത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദം. മറ്റൊരു ചോദ്യം കൂടി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും മോശപ്പെട്ട ശബ്ദം ഏതാണ്? അത് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും കരയുകയും ചെയ്യുന്ന ശബ്ദമാണ്. അതാണ് ആ മോശപ്പെട്ട ശബ്ദം. ഒരു പിതാവായിരിക്കുന്ന എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ദൈവവും അങ്ങനെ ആയിരിക്കുമെന്ന്. നിങ്ങൾ NCCF-ലേക്ക് നോക്കുമ്പം നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ കാണുന്നത് ഈ സഭയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നതാണോ? ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അത് നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ സഭയിൽ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? തമ്മിൽ ബന്ധമുണ്ടോ? അതോ തമ്മിൽ മത്സരിക്കുന്നതാണോ? ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒത്തിരി ദുഃഖം കൊണ്ടുവരും. ഒരു സഭയിലെ ആളുകൾ തമ്മിൽ സ്നേഹിക്കുന്നതും അങ്ങനെ അത് വളരുന്നതും ദൈവത്തിൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാക് ബ്രദർ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് NCCF-ലെ കൂട്ടായ്മ എങ്ങനെ പോകുന്നു? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്. NCCF-ലെ കൂട്ടായ്മ എനിക്കെങ്ങനെയാണ്?
അവിടെ പലരും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണോ? അവരോടൊരുമിച്ച് നമുക്ക് ഇടപെടാൻ കഴിയുന്നില്ലേ? ഞാൻ കൂട്ടായ്മയെ വിലമതിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള മോശം മനോഭാവങ്ങളെ നിങ്ങൾ വിട്ടുകളയുക. ശക്തിയുള്ള ഒരു കൂട്ടായ്മ അങ്ങനെ ഉണ്ടാകൂ. കൂട്ടായ്മയോട് ബന്ധപ്പെടുത്തി 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം കൂട്ടായ്മകൾ വളരുന്നു എന്ന് എങ്ങനെ നമുക്കറിയാം? 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, മറ്റുള്ളവർക്ക് കാര്യങ്ങളെല്ലാം നന്നായി പോകുമ്പോൾ നിങ്ങൾക്ക് അവരോടൊപ്പം സന്തോഷിക്കാൻ പറ്റുമോ? മറ്റൊരു തരത്തിൽ ഞാൻ ചോദിക്കാം, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവരോടൊപ്പം സന്തോഷിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്ന മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവരോടൊപ്പം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന് ഇതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യേശു ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അവൻ അന്ത്യ അത്താഴം കഴിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അന്ത്യ അത്താഴത്തിൽ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ തമ്മിൽ ഒരു വലിയ വാദപ്രതിവാദം നടന്നു. ചിന്തിച്ചു നോക്കൂ, യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. ശിഷ്യന്മാർ തമ്മിൽ നടക്കുന്ന തർക്കം അവരിൽ ആരാണ് വലിയവനെന്നാണ്. അത് എത്ര ദുഃഖകരമാണ്. എന്നാൽ പിന്നീട് അവർ പരിശുദ്ധാത്മാവോട് നിറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്ക് തമ്മിലുള്ള മനോഭാവം എത്ര വ്യത്യാസപ്പെട്ടു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് പോകാം. 14-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:14. ഇങ്ങനെയാണത്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, ഇത് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷമാണ്. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീടിന് വെളിയിലുണ്ട്. ഇവിടെ ദൈവവചനം പറയാനായിട്ടുള്ള മനോഹരമായ ഒരു അവസരമാണ്. ചിന്തിക്കൂ, പെന്തക്കോസ്തിന് ശേഷം ആദ്യം നടക്കുന്ന പ്രസംഗം വലിയൊരു സംഭവമാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പറയുന്നു, പത്രോസ് 11 പേരോടുകൂടെ നിന്നു. എൻ്റെ വേദപുസ്തകത്തിൻ്റെ മാർജിനിൽ പറയുന്നത്, പത്രോസ് അവരുടെ വക്താവായിട്ട് എഴുന്നേറ്റ് നിന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ആരൊക്കെയോ പത്രോസിനെ ഉന്തി മുന്നിലേക്ക് കൊണ്ടുവന്നു. അതേതാണ്ട് ഇതുപോലെയാണ്. ശിഷ്യന്മാരെ തമ്മിൽ നോക്കി, നീ പറ എന്ന് പറയല്ലായിരുന്നു. പത്രോസെ, നീ പോ. എല്ലാവരും കൂടി അവനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നീയാണ് ഞങ്ങളുടെ വക്താവ്. അവൻ മുന്നിലേക്ക് വന്നു. അന്ത്യ അത്താഴത്തിന് നടന്നതിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. അന്നവർ പറഞ്ഞു, ഞാനാണ് വലിയവൻ, ഞാനാണ് മുഖ്യൻ. എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം മറ്റുള്ളവരെ അവർ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. പത്രോസ് അങ്ങനെ ചെയ്തപ്പം അവരെല്ലാം സന്തോഷിച്ചു, അതിൽ ആനന്ദിച്ചു. അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന നല്ലൊരു ചോദ്യമാണിത്. മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമോ? ഞാൻ കൂട്ടായ്മയിൽ മുന്നേറുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. ഞാൻ കൂട്ടായ്മയിൽ മുന്നേറുന്നു എന്നറിയാൻ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന 2ാമത്തെ ചോദ്യം, കൂട്ടായ്മയിലുള്ള മറ്റുള്ളവരുടെ ഭാരം എൻ്റെയും ഭാരമായി തീരുന്നുണ്ടോ? അതോ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ? ഞാനിവിടെ നിങ്ങളെ മറ്റൊരു ചിത്രം കൂടെ കാണിക്കാം. അത് ഈ ചിത്രമാണ്. ദൈവവചനം പറയുന്നത് നാം ഒരു പുരോഹിത വർഗമാണെന്നാണ്. നാം രാജകീയ പുരോഹിത വർഗം. ശരിക്കും നാം രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ചിത്രം കാണിക്കാൻ കാരണം, അഹരോൻ മറ്റ് പുരോഹിതന്മാർ ഇങ്ങനെയുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് പഴയ നിയമകാലത്ത്. ഈ ചിത്രത്തിൽ ഒരു കവചം അവൻ്റെ നെഞ്ചിൽ ധരിച്ചിരിക്കാനായിട്ട് കാണാം. ആ പതക്കത്തിൽ പല കല്ലുകൾ തുല്ലിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഓരോ കല്ലുകളും ഇസ്രായേലിലെ ഓരോ ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിൻ്റെയും പേരുകൾ ആ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മറ്റൊരു വാക്കിൽ, എപ്പോഴൊക്കെ അഹരോൻ ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് പോകുമോ, അവൻ ഈ പതക്കം ധരിക്കണം. അത് ഇസ്രായേലിലെ വിവിധ ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവെ, ഞാൻ അങ്ങയുടെ അടുക്ക വരുമ്പോൾ ഞാൻ ഈ പതക്കം ധരിച്ചുകൊണ്ടാണോ വരുന്നത്? മറ്റാരുടെയെങ്കിലും ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണോ ഞാൻ അങ്ങയുടെ അടുക്ക വരുന്നത്? ഞാൻ എപ്പോഴൊക്കെ അങ്ങയുടെ അടുക്കൽ വരുമോ അപ്പോഴൊക്കെ തുടക്കത്തിൽ ഞാൻ 1-2 പേരുടെ പേരുകൾ എഴുതിയ പതക്കവുമായിട്ടായിരിക്കും അവിടുത്തെ മുമ്പിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പം അതിൽ കൂടുതൽ ആളുകളുടെ പേര് എഴുതപ്പെട്ടോ. അവരെക്കുറിച്ചുള്ള ഭാരം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഞാൻ കൂട്ടായ്മയിൽ വളരുന്നു എന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണത്. അവസാനം എനിക്ക് പറയാനുള്ളത്, ഈ കൂട്ടായ്മ നാം അധികം അന്വേഷിക്കുക. എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം? ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനം എന്താണ്? നമുക്ക് തിരിച്ച് നമ്മുടെ മെമ്മറി വേഴ്സിലേക്ക് പോകാം. ഇതിൻ്റെ ആത്യന്തികമായ പ്രയോജനം ഇതാണ്: പിശാച് നമ്മുടെ കാൽ കീഴിൽ ചതയപ്പെടും. പിശാച് നമ്മുടെ കാൽ കീഴിൽ ചതയപ്പെടും എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ചിത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു. നിലത്തൂടെ പോകുന്ന ഒരു പാറ്റയെ നമ്മൾ ചവിട്ടിയാൽ അത് ചതഞ്ഞു പോകും. ചതച്ച് കളയുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇതാണ് ദൈവം തന്ന വാഗ്ദാനം. സമാധാനത്തിൻ്റെ ദൈവമോ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ച് കളയും. ഈ കൂട്ടായ്മ നമ്മുടെ വീട്ടിൽ നാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ സഭയിൽ ഈ ചിത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു. പിശാച് തകരുന്നത് എങ്ങനെ കാണിച്ചിരിക്കുന്നു? ഈ സ്ക്രീനിൽ കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ പുണരുന്നു. കൂടുതലൊന്നും അവർ ചെയ്യുന്നില്ല.
ഞാൻ വിശ്വസിക്കുന്നു. ഈ തരത്തിലുള്ള സമാധാനം നമ്മുടെ വീടുകളിലും സഭകളിലും ഉണ്ടെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തികൾ തകരപ്പെടും. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെയും സഭകളെയും നമ്മൾ പിശാചിൽ നിന്ന് രക്ഷിക്കുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ NCCMനെ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്, നമുക്ക് പാട്ടുകളുണ്ട്. എന്നാൽ എന്താണ് മുഖ്യം? മുഖ്യ കാര്യം കൂട്ടായ്മയാണ്. ആദ്യം നമ്മുടെ വീട്ടിലും പിന്നെ സഭയിലും. അതായിരിക്കണം നമ്മുടെ മുഖ്യ കാര്യം. മറ്റെല്ലാം അതിന് ശേഷമേ ഉള്ളൂ. ഈ അവസരത്തിലാണ് നന്ദി.